ഹലോ ഗൈസ്, ഞാൻ എനിക്ക് നൈക്കയിൽ നിന്നുണ്ടായ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ നൈക്കയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തായിരുന്നു. ഐ തിങ്ക് ഏപ്രിൽ 28-ന്. അപ്പോൾ പറഞ്ഞിരുന്നത് മെയ് 4-ാം തീയതി ആയിരുന്നായിരുന്നു. പക്ഷേ ആ സാധനം എനിക്ക് ഇന്നേ വരെ ഡെലിവറി ആയിട്ടില്ല. എന്നിപ്പോൾ മെയ് 13-ാം തീയതിയാണ്. ഇന്നേ വരെ ആ സാധനം എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. സാധാരണ ഞാൻ പർപ്പിളിൽ നിന്നാണ് ഓർഡർ ചെയ്യാറ്. ഞാൻ ആദ്യമായിട്ടാണ് നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. നൈക്കയിൽ ഇത്താണ് കുറേ ഓഫേഴ്സൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അതിന് ഓർഡർ ചെയ്താണ് ഡിസ്കൗണ്ടൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ സത്യം പറഞ്ഞപ്പോൾ വേണ്ടിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ ആണെങ്കിൽ ഫേസ് വാഷ് ഐലൈനർ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാധനം ഒട്ടും കിട്ടിയതും ഇല്ല, ടൈം കുറേ വേസ്റ്റ് ആവുകയും ചെയ്തു. ആദ്യം മെയ് 4-ാം തീയതി ഡെലിവറി ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ നൈക്കയിൽ നിന്ന് മെസ്സേജ് ചെയ്ത് ഇന്ന് ഡെലിവറി ആക്കാൻ പറ്റില്ല, നാളെ മറ്റന്നായിട്ട് ഡെലിവറി ആവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ മറ്റന്നായിട്ട് ഡെലിവറി ആവില്ല എന്നൊക്കെ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കൈ കിട്ടായിട്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഒന്ന് പൊളിച്ചു വെക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്കിൻ കെയർ അങ്ങനത്തെ ഐറ്റംസ്. അങ്ങനെ നൈക്കയിൽ കുറേ തവണ മെസ്സേജ് വന്നത് സോറി ഞങ്ങൾക്ക് ഡെലിവറി ആക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞ് 1-2 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡെലിവറി ആവുന്നു. അപ്പോൾ ഞാൻ ഓക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അപ്പോഴും വന്നില്ല. അപ്പോൾ ഞാൻ ഈ ഓർഡർ ക്യാൻസൽ ആക്കാൻ നോക്കി, അതും പറ്റിയില്ല. പിന്നെ അതിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഡെലിവറി ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്യാം. മീൻസ് ബ്ലൂ കാർട്ട് അവരായിരുന്നു ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൽ ചെയ്തപ്പോൾ പറഞ്ഞ് സോറി ഞങ്ങൾക്ക് ഡെലിവറി ഏജൻറ്റിൻ്റെ നമ്പർ തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ അവർ എന്തിനാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്? അങ്ങനെയാണ് ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ അവർക്ക് ഡെലിവറി ആക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രൊഡക്റ്റ് റിട്ടേൺ ആയി എന്നാണ് കണ്ടത് വെയർ ഹൗസിലേക്ക് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും നൈക്കയിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ.